ഇതിവിടെ ഉണ്ടായിരുന്ന വെള്ളം, ഇത് ഫിൽട്ടർ ചെയ്ത വെള്ളം. ഒറ്റ ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ വെള്ളം ശുദ്ധമായി മാറിയ കഥയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നിപ്പോൾ ഞങ്ങളുടെ വീട് പാല് വെച്ച് കഴിഞ്ഞിട്ട് 2 ദിവസമായി കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഒന്നും ഞങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല. നെറ്റ്ഫ്ലിക്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അങ്ങനെയല്ല, സമയമൊന്നും കിട്ടില്ല. ഇന്നാണെന്ന് ഉറക്കമൊക്കെ നേരെയായിട്ടൊന്ന് എണീറ്റിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ അത്യാവശ്യപ്പെട്ട് ധൃതിപ്പെട്ടൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്നുണ്ട്. നമ്മൾ ടാങ്കിൻ്റെ ക്ലീനിങ് ഫ്രീക്വൻസി ഭയങ്കര കൂടുതലായിരുന്നു. ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു 2 മാസം 3 മാസം കൂടുമ്പോഴൊക്കെ വളരെയധികം നമുക്ക് ചെളി ഒരു സെൻറ്റിമീറ്റർ കനത്തിലൊക്കെ അടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൺസേൺസ് നമ്മുടെ ഒരു സുഹൃത്ത് വന്നപ്പോഴത്തേക്ക് വേറൊരാളെ നമുക്ക് കണക്ട് ചെയ്യുന്നു. നല്ലവനായ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. വെള്ളത്തെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ വീടുകൾ വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ ആ വൃത്തിയാക്കുന്ന വെള്ളത്തിന് വൃത്തിയാക്കുന്ന പരിപാടിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് എന്ന് പറയും. വെള്ളത്തിന്റെ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാട്ടർ അനലൈസ് ചെയ്ത് ടർബിഡിറ്റി, സ്മെല്ലും ഓർഡർ ഉണ്ടായിരുന്നു അതിനകത്ത്. സാൻഡ് ഫിൽറ്ററും കാർബൺ ഫിൽറ്റേഴ്സ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു ടാങ്കിനകത്ത് കുറച്ച് ചെളി അടിയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്മെല്ലും ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഇത് 2 പോകാനായിട്ടാണ് നമ്മൾ ഈ ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലസ് ഒരു മൈക്രോൺ ഫിൽറ്റർ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതിനകത്ത്. ഈ ഫിൽട്രേഷൻ ചെയ്ത് പോകുന്നത് നമ്മൾ ഓവർ ടാങ്കിലോട്ട് പോകുന്നത്. അപ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടാങ്ക് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. സാനിറ്ററി ഫിറ്റിംഗ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് കോസ്റ്റുള്ള ഫിറ്റിംഗ്സ് ആയിരിക്കും. വളരെ മൈന്യൂട്ട് ഹോൾസ് അതിനകത്ത് വരുന്നതിനകത്ത്. അപ്പോൾ അത് നമുക്ക് അടയാനുള്ള പോസിബിലിറ്റി അതിനകത്ത് ഉണ്ടാവും, ഈ ചെളി ഉണ്ടെങ്കിൽ അതിനകത്ത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻസ്, വാട്ടർ ഹീറ്റേഴ്സ്, ഇതിനകത്തെല്ലാം ഈ ചെളി പോയി അടിഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് വരും. സർവീസിനായിട്ട് കമ്മ്യൂണിറ്റി ടെക്നീഷ്യൻസിലേക്ക് അവർ വരണം. ആ ടൈമിൽ നമ്മുടെ വർക്ക് നടക്കത്തില്ല അതിനകത്ത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു ഫിൽട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. നമ്മൾ ജനറലായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ടാപ്പിനകത്തും തന്നെ ഫിൽറ്റേഡ് വാട്ടർ ആയിരിക്കും. ഈ കറണ്ട് ഇതിനകത്ത് പോവുക, അങ്ങനെയൊക്കെ വന്നതിന് ശേഷം ഈ ഫ്ലഷ് വർക്ക് ചെയ്യാതാവുക, ഈ റെയിൻ ഷവർ പ്രത്യേകിച്ചും അതിന്റെ പല ഓട്ടകളും അടഞ്ഞു പോവുക, ടാപ്പ് എന്നുള്ള പ്രഷർ കുറയും, ഇങ്ങനെ ഒത്തിരി സ്ഥലത്ത് ഫേസ് ചെയ്യുന്നത്. ഇത് പിന്നെ മാറ്റാനും പറ്റില്ല. അതാണ് ഏറ്റവും വലിയ. അപ്പൊ ജിനോ പറഞ്ഞ സെയിം പോയിന്റാണ് നമ്മളിവിടെ സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫിൽറ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓവറിട്ട് ടാങ്കി പോകുന്ന വെള്ളം തന്നെ നമുക്ക് പ്യൂറായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കുളിക്കാനും കുടിക്കാനും എല്ലാം നമുക്ക് ഈ ഫിൽറ്റർ നമുക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് നമ്മൾ കസ്റ്റമറാണ്. നമുക്ക് ഓരോ സ്ഥലത്തും അവരുടെ വെള്ളത്തിന്റെ സാമ്പിൾസ് നമ്മൾ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് നമുക്ക് ടർബിഡിറ്റി പൗഡറാണ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ അയൺ കണ്ടന്റ് കാണും, ചിലപ്പോൾ ഹാർനസ് കാണും. അപ്പോൾ അതിനുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് സൊല്യൂഷൻസ് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. നമ്മുടെ എൻറ്റയർ വാട്ടർ ട്രീറ്റ്മെന്റ് സൊല്യൂഷൻസ് നമ്മുടെ ഉണ്ട്. അവർ പ്ലാന്റ്സ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അയൺ റിമൂവർ ഫിൽറ്റേഴ്സ്, STP, TP അതുപോലത്തെ ഫിൽറ്റേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെയ്യുന്നത് നമ്മൾ പ്രഷർ സാൻഡ് ഫിൽറ്ററും ആക്ടിവേറ്റ് കാർബൺ ഫിൽറ്റർ ചെയ്യുന്നത്. ഞാനത് മെയിൻലി വെക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? വീട്ടിലെ ഈ വാഷ്റൂംസ് ഒക്കെ വെച്ചപ്പോഴത്തേക്ക് ഒരു റെയിൻ ഷവർ വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു റെയിൻ ഷവർ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങാനും അടഞ്ഞു പോയാലോ എന്നുള്ളതാണ് എൻ്റെ മെയിൻ പ്രശ്നം. വൺസ് ഈ ട്രീറ്റ്മെന്റ് പ്ലാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അസച്ച് അങ്ങനെ വെച്ചത് ഇത് എന്തെങ്കിലും റിക്കറിംഗ് മെയിൻ്റനൻസ് ഉണ്ടോ? മെയിൻ്റനൻസ് ബാക്ക് വാഷ് എന്നുള്ള ഓപ്ഷൻസിനകത്ത് തന്നെ ഡസ്റ്റ് എല്ലാം ഈ ഫിൽറ്റേഴ്സിനകത്ത് അക്യുമുലേറ്റ് ചെയ്യും. ഇത് നമുക്ക് പീരിയോഡിക്കലി ബാക്ക് വാഷ്, ഈ വാലിന് പൊസിഷൻ ചേഞ്ച് ചെയ്ത് നമുക്ക് ബാക്ക് വാഷ് ചെയ്യാൻ കൊടുക്കും. അത് കസ്റ്റമേഴ്സിന് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ അതിനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ നമ്മൾ ടെക്നീഷ്യൻസ് വിട്ടിട്ട് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനകത്ത്. നമ്മൾ 1 year വാറണ്ടി നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത്. ഈ സിസ്റ്റത്തിന് 1 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ നമുക്ക് AMC ആക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആക്ച്വൽ പേയ്മെന്റ്, സർവീസിന്റെ പേയ്മെന്റ് മാത്രം വേണ്ട, അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട് അതിനകത്ത്. പിന്നെ ഫിൽറ്റേഴ്സ് ലൈഫ് വരുമ്പോൾ നമുക്കൊരു 5 years നമുക്ക് അഷറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വരുമ്പോൾ ആക്ടിവേറ്റ് കാർബൺസിന്റെ ലൈഫ് കഴിഞ്ഞ് പിന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും അതിനകത്ത് മീഡിയ. ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് വണ്ടിക്ക് എയർ ഫിൽറ്റേഴ്സ് കാണും, ഓയിൽ ഫിൽറ്റേഴ്സ് കാണും. അത് നമ്മൾ പീരിയോഡിക്കലി റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുക്കുന്ന മീഡിയസിനകത്ത് ഒരു ലൈഫ് ഉണ്ട്. ലൈഫ് കഴിയുമ്പോഴത്തേക്കും അകത്തുള്ള മീഡിയസ് മാത്രം നമ്മൾ റീഫിൽ ചെയ്താൽ മതി. 5 to 10 years വരെ മെഷീൻസ് നമുക്ക് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ 3 years നമ്മൾ മീഡിയ റീപ്ലേസ് സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത്. അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ വാട്ടറിന്റെ കണ്ടീഷൻസ്, കസ്റ്റമർ യൂസ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിനകത്തുള്ള മീഡിയയുടെ റീപ്ലേസ്മെന്റ് വരുന്നത്. ഇതൊരു ആക്ച്വലി ഒരു കസ്റ്റമറാണ് ഈ സാധനം. അതിനകത്ത് നമ്മൾ വാട്ടർ അനലൈസ് ചെയ്തതിന് ശേഷമാണ് കസ്റ്റമറുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അവർക്ക് സ്വീറ്റ് ആയിട്ടുള്ള സാധനം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിനകത്ത്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഒരു ഡെയിലി യൂസ് ചെയ്യുന്ന വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഓരോ സ്ഥലത്തെ വെള്ളവും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വർക്ക് എവിടെയൊക്കെ അവൈലബിൾ ആണ്? ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവറേജ് എന്ത് കോസ്റ്റ് വരും? ഓൾ ഓവർ കേരള നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും 17,000 മുതൽ നമുക്കൊരു 5 lakhs ഉള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം അയൺ റിമൂവർ ഉണ്ടാകുന്ന സ്ഥലം ഉണ്ടാവാം, ചിലപ്പോൾ വാട്ടർ ഹാർനസ് ഉണ്ടാവാം. അപ്പോൾ അതിന് തന്നെ ട്രീറ്റ്മെന്റ് വേറെ, ചിലപ്പോൾ സിലിക്ക കണ്ടന്റ് ഉണ്ടാവാം. അപ്പോൾ അതിനൊക്കെ തന്നെ ട്രീറ്റ്മെന്റ് വേറെ വരുന്നതിനകത്ത്. അപ്പോൾ അതിനൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും അതിനകത്ത്. അപ്പോൾ എൻ്റെ ഹൗസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിലിക്ക കണ്ടന്റ് ഒക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഫിറ്റിംഗ്സിനകത്ത് ടൈൽസിനകത്ത് കറ പിടിക്കുന്ന പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ പറ്റും. അതുപോലെ അയണിന്റെ വരുവാണെങ്കിൽ യെല്ലോയിഷ് കളറൊക്കെ വരും. അപ്പോൾ അതൊക്കെ എല്ലാം നമുക്ക് ഈ ഫിൽറ്റേഴ്സ് റിമൂവ് ചെയ്യാൻ പറ്റും. കുടിക്കുന്ന വെള്ളത്തിന്റെ രുചി പോലും ഇപ്പോൾ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ചെളിവെള്ളം ഉപയോഗിച്ചിരുന്നെങ്കിൽ വീട്ടിലെ സകല സാനിറ്ററി വെയേഴ്സിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായേനെ. സ്പെഷ്യൽ താങ്ക്സ് ടു അക്വാസെക്. നിങ്ങൾക്കും ആവശ്യമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണേ. ഡ്രിങ്ക് പ്യുവർ ഫോർ എ ഹെൽത്തി ടുമോറോ.
ഇപ്പൊ നമ്മുടെ അക്വാസെക്കിന്റെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. തെളിനീര് പോലത്തെ വെള്ളം കിട്ടിത്തുടങ്ങി. എന്തായാലും കംപ്ലീറ്റ്ലി ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുന്നു. താങ്ക് യു. ബൈ.